യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. പുതിയൊരു ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുന്നതിനായിട്ട് നമ്മൾക്ക് ദൈവത്തോട് യാചിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 6 തിരുവചനം. 118 സങ്കീർത്തനം 6 തിരുവചനം. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവമായ കർത്താവ്, ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങളോട് ആർക്കും ഒരു പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു കാര്യം, ഈ തിരുവചനം നമ്മൾ കേട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, നമുക്കെതിരെ ആര് കൂടോത്രം ചെയ്താലും, ആര് ദുർബന്ധവാദം നടത്തിയാലും, യേശുക്രിസ്തുവും പിതാവായ ദൈവവും നിന്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് അതൊന്നും ഏൽക്കുകയില്ല. ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും നിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, പണം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നല്ല, സമ്പത്ത് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നല്ല, ഈ പ്രപഞ്ച സൃഷ്ടാവായ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ഈ തിരുവചനം സ്വീകരിക്കാം. നമ്മുടെ ഭയത്തെ നമുക്ക് മാറ്റാം. എനിക്കെതിരെ എത്ര ശത്രുക്കൾ വന്നാലും എൻ്റെ ഈശോ, എൻ്റെ പിതാവായ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. എല്ലാ അനർത്ഥങ്ങളിലും പിതാവായ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളെ വിട്ടുമാറട്ടെ. ഈശോ നിങ്ങളുടെ കൂടെ ഉള്ളതിനാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഒരു തിന്മയ്ക്കും നിങ്ങളെ തൊടുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അനുഗ്രഹപ്രദമായി മാറട്ടെ. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.